നെഞ്ചൊന്ന് പിടച്ചെങ്കിലും 2 points ആയിരുന്നു. ഉറപ്പല്ലേ അത്? ഞാൻ തീർച്ചയായിട്ടും വീണ്ടും 2 points മൈനൂറ. എന്തൊരു 2 points again 2 points. അവസാനത്തേത് വേണാകണമേ എന്നാണ് എല്ലാവരും. ആരാണ് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ആര്യനാണ് ആ കാർഡ് ഒളിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരുപാട് തവണ ചോദിച്ചു, ഒരു കാർഡ് നിങ്ങൾ ഒളിപ്പിച്ചില്ലേ? കാർഡ് മീൻസ് ആ കോയിൻ നിങ്ങൾ ഒളിപ്പിച്ചിട്ടില്ലേ? ആ കോയിൻ ഒളിപ്പിച്ച ആൾ അത് എടുത്തതായോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ച സമയത്ത് ആര്യം പറഞ്ഞു, ഇല്ല ലാലേട്ട, ഞാൻ എടുത്തു വെച്ചിട്ടില്ല ലാലേട്ട, എനിക്കറിയില്ല ലാലേട്ട എന്നൊക്കെ നിഷ്കളങ്കനായിട്ട് ആര്യം പറയുന്നത് കേട്ടു. പക്ഷേ ആ കോയിൻ ഒളിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് അത് ആര്യൻ തന്നെയാണ്. ഒരു സ്റ്റൈലിഷ് തിരിച്ചുവരവ് നിങ്ങൾ അർഹിക്കുന്നു. അക്ബറിനോട് നമ്മുടെ ബിഗ് ബോസിന് ഒരു പ്രത്യേക സ്നേഹം. കാറിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു, കാറിൽ തിരിച്ചു കൊണ്ടുവരുന്നു, എന്നിട്ട് അക്ബറിന് വേണ്ടി ഒരു കുറിപ്പ്, ഒരു സ്റ്റൈലിഷ് തിരിച്ചുവരവ് നിങ്ങൾ അർഹിക്കുന്നു. അതായത് ആ വീട്ടിലുള്ള ആരും അർഹിക്കാത്ത മറ്റെന്തോ ഒന്ന് അക്ബർ അർഹിക്കുന്നു എന്നൊരു മീനിങ് അതിനില്ലേ? നിങ്ങൾക്ക് തോന്നിയോ അത്? സംഭവം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബർ അല്ല പുറത്തു പോകുന്നത്, ലക്ഷ്മിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ അക്ബറിനെ കൊടുത്ത ആ ഒരു റീ എൻട്രിക്ക് ബിഗ് ബോസ് തന്നെ ഒരു ക്യാപ്ഷനൊക്കെ ഇട്ട് അങ്ങോട്ട് കൊടുത്ത കൊടുപ്പുണ്ടല്ലോ, അത് ബോറായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പ്രേക്ഷകർ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അക്ബറിനെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അക്ബറിന്റെ അടുത്ത് എന്തോ ഒരു ഫേവറിസം ബിഗ് ബോസും ലാലേട്ടനും എല്ലാവരും കൂടി കാണിക്കുന്നതായിട്ട് ഒരുപാട് പേർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അത് വീണ്ടും ഉറപ്പിക്കാന്ന് പറയില്ലേ, എന്താ ഒരു വേർഡ് പറയല്ലോ നമ്മള്, അത്രയും ഇതിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇന്ന് നടന്നത്. പ്രത്യേകിച്ച് ആ വേർഡുകൾ, അക്ബർ അത് അർഹിക്കുന്നു എന്ന് പറയുന്നത് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്നേ വരെ ആർക്കും കൊടുക്കാത്ത ഒരു അർഹിക്കുന്നു എന്നൊരു വേർഡൊക്കെ കൊടുത്ത് ഇത്രയും സംഭവമാക്കേണ്ട ഒരു സീനായിരുന്നു അത്. എനിക്കെന്തായാലും അങ്ങനെ തോന്നിയില്ല. എന്തായാലും അക്ബർ അവിടെ നിൽക്കേണ്ട ഒരു മത്സരാർത്ഥിയാണ്. ലക്ഷ്മിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അക്ബർ അവിടേക്ക് തിരിച്ചു വരേണ്ട ഒരു മത്സരാർത്ഥി തന്നെയാണ്. അതിൽ ഞാനിപ്പോൾ കൺഫ്യൂഷൻ ഒന്നും പറയുന്നില്ല. ഇവിടെ നല്ല ഇടിവെട്ട് മഴയുണ്ട്, അപ്പൊ അതിൻ്റെതായ കുറച്ച് ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ക്ഷമിക്കണം. പിന്നെ നമ്മുടെ അനുമോളെ സംബന്ധിച്ചുള്ള ടോപ്പിക് ആയിരുന്നു ഇന്നത്തെ, എല്ലാ ദിവസവും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ഇത് തന്നെയാണ് ഇവിടുത്തെ ചർച്ച. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ടോപ്പിക് ഇല്ലാതെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ, അതായത് അനുമോൾ കുറ്റം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം ചെയ്തു, ഇല്ലെങ്കിൽ കുറ്റം ചെയ്തില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അതങ്ങ് പറഞ്ഞ് ഒന്ന് വിട്ടുപോയി. സംഭവം നമ്മുടെ അന്നത്തുണ്ടായ ആ ഫുഡിന്റെ ഇഷ്യൂ തന്നെയാണ്. എല്ലാവരും അവിടെ അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അനുമോള് ചെയ്തത് തെറ്റാണ്, കടലമാവ് എടുത്ത് ദോശ ഉണ്ടാക്കി ക്യാപ്റ്റനായ എന്നോട് ചോദിച്ചില്ല, കിച്ചൺ ക്യാപ്റ്റനായ എന്നോട് ചോദിച്ചില്ല എന്ന് ഷാനവാസ് പറഞ്ഞു. അപ്പോൾ അവിടെ സാബുമാൻ ഉരുണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, പക്ഷെ ഞാൻ ഇത്തിരി മനസ്സിന് എത്ര ഇതുള്ള ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ സമ്മതിച്ചു എന്ന്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് അപ്പോഴാണെന്ന് തോന്നുന്നു ആ സത്യം തിരിച്ചറിഞ്ഞത്. അനുമോളുടെ അടുത്ത് ആ സമയത്ത് ചോദിക്കുന്നുണ്ട്. കാരണം അവിടെ വീടിന്റെ ഹൗസ് ക്യാപ്റ്റൻ സമ്മതിച്ചിട്ടാണ് അനുമോൾ അവിടെ ആ കടലമാവ് ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കിയത്. പിന്നെ എന്തിന് അനുമോളിൽ ഇത്ര കലിപ്പ് എന്ന് അക്ബറിനോട് ചോദിച്ചപ്പോൾ അക്ബർ പറഞ്ഞ മറുപടിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾക്ക് ഓരോ ദോശ ചുട്ടു തന്നു, മുട്ടയും പൊരിച്ചു തന്നു, എന്നിട്ട് ഞങ്ങളുടെ വിശപ്പ് മാറാത്തതുകൊണ്ട് ഓരോ ദോശയും കൂടി തരുമെന്ന് ചോദിച്ചപ്പോൾ അനുമോള് 2 ദോശ ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാവരും എഴുന്നേറ്റിരിക്കുകയാണ്, അവർക്കും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അനുമോള് അത് കഴിച്ചു. അത് ഞങ്ങൾക്ക് തരാതെ അനുമോള് കഴിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ലാലേട്ട, അതാണ് അത്രയും കലിപ്പ് വന്നതെന്ന്. ഇതിനൊക്കെ എന്തോന്നാണ് പറയുന്നത്? അവിടെ ഒരാള്, അതായത് അക്ബർ തന്നെ പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത് ഞാൻ അത്ര ടേംസിലല്ലാത്തോട് അനുമോളുടെ അടുത്ത് ഉണ്ടാക്കി തരാൻ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ആരെയും ചോദിക്കുന്നതും അനുമോള് ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുന്നതും. എന്നിട്ട് എങ്കിൽ പിന്നെ എനിക്കും കൂടി തരുമെന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പോയി എനിക്ക് ഉണ്ടാക്കി തന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അനുമോള് ചെയ്ത പ്രവൃത്തിയും അക്ബർ പറഞ്ഞ ആ വാക്കും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതായത് ഇത്രയും കലിപ്പുള്ള, ഇത്രയും വഴക്കിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അനുമോൾ അവർക്ക് പോയിട്ട് ഉണ്ടാക്കി കൊടുത്തതും പോരാ, എന്നിട്ട് അനുമോൾ ദോശ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ അടുത്താണ് ഞങ്ങൾക്ക് അതുകൊണ്ട് കലിപ്പ്. അതുകൊണ്ട് ഞങ്ങൾ അനുമോളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. ഇത്രയും ഷാനവാസ് അവിടെ തിരിച്ചറിഞ്ഞത്, അതായത് നമ്മുടെ ക്യാപ്റ്റൻ സമ്മതിച്ചിട്ടാണ് ആ മാവ് എടുത്ത് ഉണ്ടാക്കിയത് എന്നുള്ളത് ഷാനവാസ് അപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് തോന്നുന്നു. അനുമോൾ അവിടെ ഇരുന്ന് തലങ്ങനെ കുമ്പിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് എന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ തലയാട്ടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാക്കിയത് ഈ പറയുന്ന അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് 2 പേരാണെന്ന് ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. ആദിലയും നൂറയുമാണ് ഈ വിഷയം ഇത്രയും സീരിയസ് ആക്കിയത്, അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ആദിലടുത്ത് നൂറയെടുത്ത് ചോദിക്കുന്ന സമയത്ത് അവിടെ അവര് പറയുന്നുണ്ട് ഇവള് വലിയ നന്മവരം കളിക്കാൻ പോയതാണെന്ന്. എന്തായാലും അനുമോൾക്ക് ഇത് എത്ര
കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോന്നാ പറയാം. അല്ല, നമുക്കിവിടെ ഇരുന്ന് പറയുന്നതിന് ഒരു പരിധിയില്ലേ. അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന അനുമോൾക്ക് എത്രയൊക്കെ ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ടെണ്ണത്തിന്റെ ഇന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല, വീണ്ടും അവരുടെ പിന്നാലെ നടക്കാണ്. ഇപ്പൊ ലാലേട്ടന്റെ മുമ്പിൽ വെച്ചിട്ട് ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിലും അനുമോൾക്കിട്ട് എത്രത്തോളം മോശമായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം മോശമായിട്ട് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അനുമോൾ അത്രയും വിഷമിച്ച് തല കുമ്പിട്ടിരിക്കുന്ന സമയത്ത് ആര്യൻ അവിടെ കൊണ്ടുവന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ടു കൊടുക്കുന്ന അവന്റെ അടുത്ത നാടകം. അല്ല, അനുമോള് കരയാറൊക്കെ ആയി, പക്ഷെ കണ്ണീരൊന്നും വന്നില്ല. ഇനിയിപ്പോ കണ്ണീര് വന്നാൽ തന്നെ ഇപ്പൊ അവൻ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുത്തിട്ട് വേണ്ടല്ലോ അങ്ങനെ ഒരു നാടകം കളിക്കാനായിട്ട്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം തോന്നിയത് എന്താണെന്നറിയോ, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിവിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് നിവിൻ അവിടെ ഒരു ഗംഭീര എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ അത് അത്ര സുഖിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ലാലേട്ടന്റെ ഫേസ് കണ്ടവർക്കറിയാം, ലാലേട്ടൻ ആ സമയത്ത് ഭയങ്കര ഒരു പ്രത്യേക ഫേസ് ആയിരുന്നു. നെവിന്റെ സംസാര രീതിയും നെവിൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത രീതിയും ലാലേട്ടന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അനീഷിന് ഒരു പ്രത്യേക ബഹുമതികൾക്കൊക്കെ കിട്ടി. അത് ഉദ്ഘാടനം ചെയ്യാനായിട്ടും അനീഷിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അനീഷിന്റെ മുഖം ഭയങ്കര സെന്റിയായിട്ടും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു നമ്മുടെ അനീഷ്. പക്ഷെ ഇതൊരു കോമഡി ആയിട്ട് എടുക്കണം എന്നേ എനിക്ക് തോന്നിയുള്ളൂ. ലാലേട്ടൻ അത് അനീഷിന്റെ ഫേസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷിന്റെ അടുത്ത്, ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് എടുക്ക് അനീഷ്, ഇതൊന്നും സീരിയസ് ആക്കേണ്ട ആവശ്യകതയില്ല എന്ന് ലാലേട്ടൻ പറയുമ്പോൾ അനീഷ് ചിരിച്ചിട്ടോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ടും ജയിലിന്റെ അടുത്ത് പോയിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എനിക്ക് കിട്ടേണ്ടതാണോ എന്ന്. സത്യത്തിൽ അതൊരു ബഹുമതിയായിട്ട് എന്നെ കണ്ടോളാനാണ് എനിക്ക് തോന്നിയത്. ജയിലിൽ ഇപ്പൊ 4-5 തവണ കിടന്നു വെച്ചാൽ ഇതിപ്പോ നമ്മുടെ ഗംഭീര പുറത്തത്തെ ജയിലൊന്നല്ലല്ലോ. ഇനിയിപ്പോ അതിൽ ശരിയായിരിക്കാം, കുറച്ച് അന്യായങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു പുറത്തിറങ്ങി കഴിയുമ്പോൾ എനിക്കത് കിട്ടിയെന്ന് പറയുന്ന ഒരു രസമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെതായ രീതിയിൽ ഗെയിമായിട്ട് കണ്ടാൽ മതിയായിരുന്നു അനീഷ്. പക്ഷെ അനീഷിന്റെ ആ ഫേസ് പിടുത്തം ഉള്ളിൽ വിഷമം തോന്നിയിട്ടായിരിക്കാം, പക്ഷേ എന്തോ എനിക്കത് വേണ്ടിയിരുന്നില്ല എന്നാണ് തോന്നിയത്. ഇതുപോലെ തന്നെ മുമ്പത്തെ സീസണുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തവണ ജയിലിൽ കിടന്നിട്ടുണ്ട് എല്ലാവരും. അപ്പൊ അതൊക്കെ അത്രയും കോമഡി ആയിട്ട് രസമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ അനുമോളുടെ അടുത്ത് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു 9 തൊട്ടുകൾ, അതും റെക്കോർഡാണ്, ബ്രേക്ക് ചെയ്യാൻ ഇനി ആർക്കും പറ്റില്ല എന്നിട്ട് അനുമോളെയും കളിയാക്കുന്നുണ്ടായിരുന്നു. അനുമോള് ചിരിച്ചു കളയുന്നുണ്ടായിരുന്നു ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് വിഷമമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഷാനവാസ് അതിഗംഭീരമായിട്ട് ആ ടാസ്ക് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന ഒരു പ്രശംസ ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് തോന്നിയോ? അതായത് കഴിഞ്ഞ വീക്ക് ആര്യൻ ആ ടാസ്ക്, സീക്രട്ട് ടാസ്ക് നന്നായിട്ട് ചെയ്തപ്പോൾ ആര്യനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നു, ആര്യനെ വേണ്ടിയിട്ട് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു, എന്തൊക്കെ സംഭവങ്ങളായിരുന്നു. അത് ഷാനവാസ് ഇത്രയും അതിഗംഭീരമായിട്ട് അത്രയും നന്നായിട്ട് ആ ടാസ്ക് ചെയ്തിട്ട് ഷാനവാസിനെ അതുപോലെ ഒന്ന് പ്രശംസിക്കുകയെ അതുപോലെ ആ ടാസ്കുകൾ എടുത്ത് കാണിക്കുകയെ അതൊന്നും അവിടെ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് കുറച്ച് വെളിച്ചത്തിന്റെ വിഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ഷാനവാസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ഷാനവാസിന്റെ അടുത്ത് ഒരു അപ്രിസിയേഷൻ ഷാനവാസിനെ കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ മനസ്സറിഞ്ഞു കൊടുക്കുന്നതായിട്ട് തോന്നിയില്ല. ആര്യനെ കൊടുത്ത ആ ഒരു അപ്രിസിയേഷൻ ഉണ്ടല്ലോ, അത് ഷാനവാസിനെ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നി കിട്ടിയില്ല എന്നാണ് തോന്നിയത്. ഇനിയിപ്പോ എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയുടെ ടാസ്ക് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു, ഒരു പോയിന്റ് ലഭിച്ചിരിക്കുന്നത് നെവിനാണ്. നെവിൻ ഇനി അടുത്ത ടാസ്കുകളൊക്കെ നന്നായിട്ട് കളിക്കൂല്ലോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ഇന്നത്തെ ടാസ്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അക്ബർ, ആര്യൻ ഇവരൊക്കെ തന്നെ മുന്നോട്ട് വരണം എന്നാണെന്ന് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസിന്റെ തീരുമാനം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആര്യനാണ് ആ കോയിൻ കൊണ്ടുപോയി ഒളിപ്പിച്ചതെന്ന്. എന്നിട്ട് അത് ബിഗ് ബോസിന് അറിയാം, ലാലേട്ടനെയും അത് അറിയാവുന്ന കാര്യമാണ്. എല്ലാവരുടെ അടുത്തും അത് ചോദിച്ച സമയത്ത് ആര്യൻ അത് സമ്മതിച്ച് തന്നിരുന്നില്ല, ഞാനാണ് അത് എടുത്തതെന്നുള്ള കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആര്യനാണ് ആ കോയിൻ എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. ആ കോയിനിലുണ്ടായിരുന്നത് ആ കോയിൻ കിട്ടിയ ആള് ജയിലിലേക്ക് പോകണം അപ്പോൾ തന്നെ എന്നുള്ളതായിരുന്നു ആ കോയിനിലുണ്ടായിരുന്നത് പണി എന്ന് പറയുന്നത് എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ട് ആര്യനായതുകൊണ്ട് ആ പണി അങ്ങ് നൈസായിട്ട് ബിഗ് ബോസ് ഒഴിവാക്കി എന്നാണ് എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം. കാരണം ലാലേട്ടൻ തന്നെ ഇതാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ തന്നെ ഈ കാർഡ് ഒളിപ്പിച്ചതാണെന്ന് അവർക്ക് അറിഞ്ഞിട്ടും ആരാണ് ഒളിപ്പിച്ചതെന്ന് അറിഞ്ഞിട്ടും അതിനെ ഒരു ഉത്തരം എല്ലാവരുടെ മുന്നിൽ വെച്ച് കൊടുത്തില്ല. അത് ആര്യനെ രക്ഷിക്കാനായിരുന്നില്ലേ ലാലേട്ട? അല്ലെങ്കിൽ വേണ്ട ബിഗ് ബോസ് ആര്യനെ രക്ഷിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നില്ലേ നിങ്ങളുടെ? അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അനുമോളോ മറ്റായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിച്ച് ആ ഒരു കാര്യത്തിനെ നിങ്ങൾ ഇത്തിരി വിഷയമാക്കുമായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ അത് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ആര്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് തന്നെയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആര്യനെ നൈസായിട്ട് അവരങ്ങ് രക്ഷിച്ചു എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ. എന്തായാലും അവിടെ ബിഗ് ബോസിന്റെ ദത്തുപുത്രന്മാരാണ് അക്ബറും ആര്യനും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് അക്കാര്യത്തിൽ.
കാരണം അവർ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് രണ്ടുപേർക്കും എങ്ങനെയൊക്കെ പോയിന്റ്സ് ഉണ്ടാക്കാനും അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന നെഗറ്റീവുകളെല്ലാം പോസിറ്റീവ് ആക്കാനായിട്ട് എന്തൊക്കെ എപ്പിസോഡുകളിൽ ചെയ്യാം, ഇതൊക്കെയാണ് അവരുടെ കടുത്ത പ്ലാനിങ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ വീക്കെൻഡ് എപ്പിസോഡുകളും മാറ്റി വെച്ചിരിക്കുന്നത് എന്നാണ് വീക്കെൻഡ് എപ്പിസോഡുകൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ അനുമോളെ എങ്ങനെ കൂടുതൽ നെഗറ്റീവ് ആക്കാം എന്നൊരു ലക്ഷ്യം അവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ട് വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബോർ വീക്കെൻഡ് എപ്പിസോഡുകളായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അക്ബറിനെ വിളിപ്പിക്കുക, ആര്യനെ വിളിപ്പിക്കുക, പിന്നെ അനീഷിനെ ഇട്ട് ചെറിയ പണികൾ കൊടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അനുമോളെ പക്ക നെഗറ്റീവ് ആക്കുക. ഷാനവാസിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഷാനവാസ് ഇത്തിരി ഡള്ളാണല്ലോ, ഞാൻ ചീത്ത പറഞ്ഞതുകൊണ്ടാണോ എന്ന്. ഷാനവാസ് പക്ഷേ അത് നല്ല രീതിയിൽ തന്നെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. എപ്പിസോഡിലുണ്ടാവില്ല, ലൈവ് കണ്ടവർക്കറിയാം ഷാനവാസ് ലക്ഷ്മിയുടെ അടുത്തും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഉമ്മ വന്നിട്ട് പറഞ്ഞത് ഷാനവാസ് ഭയങ്കര ഡൗൺ ആയിട്ട് ഇപ്പൊ ഗെയിം കളിക്കുന്നു എന്നാണ്. അതെനിക്കുള്ള ഒരു ക്ലൂ ആണ്. ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞതും എനിക്കുള്ള ഒരു ക്ലൂ ആണ്. അതുകൊണ്ട് ഞാൻ അത് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഷാനവാസ് തിരിച്ചറിഞ്ഞൊരു വീക്ക് കൂടിയായിരുന്നു ഇത്. പിന്നെ ഷാനവാസ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ആദില നൂറ എന്ന് പറയുന്ന 2 വിഷയത്തുകൾക്കാരനാണ് ഷാനവാസ് അവിടെ ഡൗൺ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഇത് ടിക്കറ്റ് ഫിനാലെയാണ്. അവിടെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും നോക്കാതെ ടാസ്കുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഫേവറിസം കാണിച്ച് ബിഗ് ബോസ് ഒരുപാട് പേരെ പ്രൊട്ടക്ട് ചെയ്യും, അവർക്ക് വേണ്ടി ഫേവറിസം കാണിച്ച് അവരെ വെളുപ്പിക്കുകയും ചെയ്യുമ്പോൾ മറ്റു മത്സരാർത്ഥികൾ എന്നിട്ട് നെഗറ്റീവ് ആക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ വല്ലാത്തൊരു മടുപ്പും ഇറിറ്റേഷനും തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ മാനിക്കുന്നില്ല. ആകെ നിങ്ങൾ എടുക്കുന്നത് വോട്ടിംഗ് മാത്രമാണ്. വോട്ടിങ്ങിൽ നിങ്ങൾക്ക് കള്ളത്തരം ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആൾക്കാരെ പുറത്താക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട ആൾക്കാരെ നിങ്ങളവിടെ പിടിച്ചു നിർത്താനും അവരെ വെള്ളപ്പൂശിയിട്ടും ഉള്ള ഒരു വോട്ടിങ്, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കട്ടെ, എവിടെ വരെ പോകുന്നുള്ളത് നമുക്ക് നോക്കി കാണാം. എന്തായാലും ഫിനാലയിലെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആൾ തന്നെയാണ് വിജയിക്കുള്ളൂ, നിങ്ങൾ എത്രയൊക്കെ ആരെയൊക്കെ വെള്ളപൂശിയാലും.